അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ പണ്ഡിത ശ്രേഷ്ഠരെ, നേതാക്കളെ, സംഘാടക സുഹൃത്തുക്കളെ, നമ്മുടെ ഒക്കെ ഹൃദയത്തിൽ ഇന്നും ജീവിക്കുന്ന സൂഫി വര്യനും പണ്ഡിതനും നമ്മുടെയൊക്കെ വഴികാട്ടിയുമായ അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ നബറല്ലാഹു മഖ്ല അവരുടെ 2ാം ആണ്ട് ഉറൂസ് ഇവിടെ സംഘടിപ്പിക്കുകയാണ്. ഫത്വൽ ഫത്താഹിൻ്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം വളരെ വിപുലമായി 3 ദിവസം നീണ്ടുനിന്ന ഉറൂസായിരുന്നു നമ്മൾ നടത്തിയത്. പക്ഷേ ഈ ഒരു കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ വളരെ ലളിതമായ രീതിയിൽ ഓൺലൈനിലും അതുപോലെ ഇവിടെ കുറഞ്ഞ ആളുകളും മാത്രം പങ്കെടുത്തുകൊണ്ട് അദ്ദേഹത്തിനുള്ള ബഹുമാന സൂചകമായി നടത്തുന്ന ഈ ഒരു പരിപാടി ഏറെ പ്രാധാന്യം നിറഞ്ഞതാണ്. കാരണം ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദ് എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്വാധീനം ചെലുത്തിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ നമ്മുടെയൊക്കെ സൗഭാഗ്യമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ വ്യത്യസ്തനാവുന്നത് എന്നുള്ളത് പരിശോധിച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥതയും അദ്ദേഹത്തിൻ്റെ ഈമാനിക ആവേശവുമാണ്. ഒരു പണ്ഡിതൻ എങ്ങനെ ആയിരിക്കണം എന്നതിൻ്റെ ഉദാത്തമായ ഉദാഹരണമാണ് ഉസ്താദിൻ്റെ ജീവിതം. ഉസ്താദിൻ്റെ ചെറുപ്പകാലത്തെ അദ്ദേഹത്തിൻ്റെ പഠനവും പഠനശേഷം പിന്നീട് ഗൾഫ് നാട്ടിലേക്ക് ജോലി ആവശ്യാർത്ഥം പോവുകയും അങ്ങനെ ജോലി ലഭിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അദ്ദേഹം അവിടെ പള്ളിയിൽ ഇമാമായി മുഅദ്ദിനായി ഒക്കെ ജോലി ചെയ്തപ്പോൾ അവിടെ അദ്ദേഹം ആ ജോലി സ്ഥലത്ത് ഉണ്ടാക്കിയ ഒരു വലിയ ഒരു ചലനം അവിടുത്തെ ചെറുപ്പക്കാർ, അത് അറബികളാണെങ്കിലും അനറബികളാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിലേക്ക് ആകർഷകരായി എന്നുള്ളതാണ്. അദ്ദേഹം അവരെ എങ്ങനെയാണ് അള്ളാഹുമായി അടുപ്പിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം ശ്രദ്ധിച്ചത്. അദ്ദേഹത്തിൻ്റെ ഭൗതിക നേട്ടമല്ലായിരുന്നു ആ ചേക്കേറ്. തൻ്റെ പക്കൽ വരുന്നവരെ അള്ളാഹുലേക്ക് അടുപ്പിക്കുക, ദിക്റിൻ്റെ ഉടമകളാക്കി അവരെ മാറ്റുക, ആ ഒരു രീതിയിൽ അവർ നടത്തിയിട്ടുള്ള ഒരു വലിയ നവോത്ഥാന പ്രക്രിയ ആത്മീയമായും ആധ്യാത്മികമായും വിദ്യാഭ്യാസപരമായും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള മാറ്റം. പിന്നീടാണ് അല്ലൈൻ്റെ സെൻറ്ററിലേക്ക്, സുന്നി സെൻറ്ററിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും അവിടെ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ ആഴ്ചകളിലും നടത്തുന്ന ദിക്റുകൾ, സ്വലാത്തുകൾ, അങ്ങനെ ആ മജ്ലിസിലേക്ക് ധാരാളം ആളുകൾ വരികയും പ്രവാസികളായിട്ടുള്ള ആളുകൾക്ക് മാനസികമായിട്ടുള്ളൊരു ആശ്വാസം കിട്ടുന്ന ഒരു മജ്ലിസായിക്കൊണ്ട് അദ്ദേഹം നടത്തുന്ന സ്വലാത്തിൻ്റെ മജ്ലിസ് മാറിയതില്ല. അദ്ദേഹത്തിൻ്റെ കീഴിൽ ഉറച്ചു നിന്നുകൊണ്ട് പിന്നീട് ഒരുപാട് നവോത്ഥാന പ്രവർത്തനങ്ങളാണ് അവിടെ നടത്തിയത്. ദാറുൽ ഹുദ സ്കൂള് അതൊരു വലിയ വിപ്ലവമായിരുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർ പല വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങി ഒക്കെ എല്ലാത്തിനും നേതൃത്വം എന്ന് പറയുന്നത് ഉസ്താദായിരുന്നു. അതല്ലയിൽ മാത്രമല്ല മസ്കത്തിലെ ബുറൈമി പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അദ്ദേഹം ഒരു വെളിച്ചമായിരുന്നു എന്നുള്ളത്. പിന്നീട് തിരിച്ചു വന്നതിന് ശേഷം ഈ നാട്ടിൽ ഗ്രേസ് വാലി പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തുടങ്ങി. ഇന്ന് ഗ്രേസ് വാലി എന്ന് പറയുന്നത് ഭൗതിക വിദ്യാഭ്യാസ സമന്വയത്തിൻ്റെ ഒരു വലിയ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ശരിയ കോളേജും വാഫി കോളേജും അതുപോലെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് അടക്കമുള്ള സംവിധാനങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുശേഷമാണ് ഉസ്താദിൻ്റെ ഏറ്റവും വലിയ സ്വപ്നം ഒരു ആത്മീയ കേന്ദ്രം, തസവൂഫ് പഠന കേന്ദ്രം എന്ന നിലയ്ക്ക് ഫത്വൽ ഫത്താഹ് എന്നുള്ള സംരംഭം അദ്ദേഹത്തിൻ്റെ കാലത്ത് തന്നെ തുടങ്ങുകയും അത് വളരെ വിജയകരമായി പൂർത്തീകരിക്കുകയും ചെയ്ത ഒരു ചാരിതാർത്ഥ്യമുള്ള നിമിഷത്തിലാണ് നമുക്ക് അതിൻ്റെയൊക്കെ പങ്കാളികളായി മാറാനും സേവകരായി മാറാനൊക്കെ നമുക്ക് സാധിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി നമ്മൾ കരുതുകയാണ്. അദ്ദേഹം ഏത് ചെറുപ്പക്കാരെ, ഏത് ചെറിയവനായാലും
അവരെ ബഹുമാനിച്ചുകൊണ്ട് അവർക്ക് കരുണ കാണിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് സയ്യിദന്മാർക്ക് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട എല്ലാവരെയും അദ്ദേഹം കാണിച്ചിട്ടുള്ള സ്നേഹം, അതൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒന്നാണ്. അങ്ങനെ ഒരു ലളിതമായ സ്വാത്വികനായി ജീവിച്ചു വലിയ വലിയ വേദികളിൽ പോകുമ്പോൾ ഒരിക്കലും മുന്നിൽ പ്രത്യക്ഷപ്പെടാൻ അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നില്ല. ജാമിഅ നൂരിയ സമ്മേളനങ്ങൾക്ക് വരുമ്പോൾ അദ്ദേഹം പിറകിലെ സീറ്റിൽ പോയിരുന്ന് സൗമ്യനായി ഇരിക്കുകയും ചെയ്തിട്ടുള്ള ആ കാഴ്ച ഏതൊരു പണ്ഡിതൻ്റെയും ജീവിതത്തിന് മാതൃകയാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അവിടെയാണ് ഒരു പണ്ഡിതൻ തൻ്റെ സാന്നിധ്യം കൊണ്ട് നിശബ്ദമായ വിപ്ലവം സൃഷ്ടിച്ച, വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയിൽ നോക്കുമ്പോൾ ഓരോരുത്തരെയും അദ്ദേഹത്തെ തേടിയെത്തുന്നവരെ ഒരിക്കലും അദ്ദേഹം നിരാശപ്പെടുത്താറില്ല. അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് പിന്നീട് വാഹിദ് ഉസ്താദ് പറഞ്ഞത്, ഒരുപാട് ആളുകൾക്ക് ദിവസവും അദ്ദേഹം കൊടുക്കുന്ന ഹദിയകൾ, സദഖകൾ 500, 1000, 100, അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുന്ന പണം അതിങ്ങനെ ദാനം ചെയ്തുകൊണ്ട്, നമുക്കറിയാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ നിന്നുകൊണ്ട് അഹ്ലുസുഫ, അവിടെ ഒരുപാട് ഭ്രാന്തന്മാരെ വരും, ഒരുപാട് മാനസിക രോഗികൾ വരും, ദരിദ്രന്മാരെ വരും, മിസ്കീന്മാരെ വരും. അവരൊക്കെ അവർ ചേർത്ത് പിടിച്ച പ്രവാചകൻ്റെ മാതൃക അതുതന്നെയായിരുന്നു. ഉസ്താദറുടെയും ആര് തേടി വന്നാലും അവരെ ചേർത്ത് പിടിച്ച് അവരെ സംരക്ഷിച്ച് അവർക്ക് സമാധാനം നൽകി അവർക്ക് ആശ്വാസം നൽകി പോരുന്ന ഒരു വലിയ ജീവിതമായിരുന്നു അദ്ദേഹം എന്നുള്ളത് നമുക്കൊരിക്കലും മറക്കാൻ സാധിക്കില്ല. ഫത്തുൽ ഫത്താഹ് എന്നുള്ള സംരംഭം തുടങ്ങുമ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞപ്പോഴേക്കും ആയിരക്കണക്കിന് ആളുകൾ ഇത് ഏറ്റെടുത്തുകൊണ്ട് കോടിക്കണക്കിന് രൂപ ഇതിനു വേണ്ടി സഹായിച്ചിട്ടുണ്ട്. അതൊക്കെ ഉസ്താദിൻ്റെ ആ ഒരു ഉസ്താദിനോടുള്ള സ്നേഹവും ആദരവും കണക്കിലെടുത്തുകൊണ്ടാണ്. ഉസ്താദ് ഒരു പ്രസ്ഥാനമായിരുന്നു. ഒരുപാട് ആളുകളെ ഒന്നിച്ച് കൂട്ടിപ്പിടിച്ച്, ആ കൂട്ടിപ്പിടുത്തം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതികരമായ ഒരു നേട്ടത്തിനല്ല. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിനുള്ള സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും നല്ല മനോഹരമായ വീടുണ്ടാക്കാമായിരുന്നു. പക്ഷേ അദ്ദേഹം ശ്രദ്ധിച്ച ഒരു ആത്മീയപരമായ ഒരു വിദ്യാഭ്യാസ കേന്ദ്രം, അതാണ് ഫത്തുൽ ഫത്താഹ്. ബഹുമാനായ അദ്ദേഹത്തിൻ്റെ മകൻ വാഹിദ് ഉസ്താദ്, അതുപോലെ ഹംസ സാഹിബ് അടക്കമുള്ള നേതാക്കൾ ഇതിനു വേണ്ടി ഇപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ ഒരു ശൈലിയിൽ നമുക്കൊക്കെ ജീവിക്കാൻ സാധിക്കുക എന്നുള്ളതാണ്. അത് ശരീഅത്തിനോട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാതെ പല സൂഫി വര്യന്മാരും അല്ലെങ്കിൽ അതുപോലെ ആധ്യാത്മികമായി ആത്മീയമായി വിരാജിക്കുന്ന ആളുകളൊക്കെ ജനങ്ങളിൽ നിന്നും അകന്നു നിന്നുകൊണ്ട് അങ്ങനെയാണ് അള്ളാഹുവിലേക്ക് അടുക്കേണ്ടതെന്നും അങ്ങനെയാണ് സൂഫിയാവുക എന്നുള്ള തെറ്റിദ്ധാരണയൊക്കെ പരത്തിക്കൊണ്ട് പോകുമ്പോൾ ഒരിക്കലും ജനങ്ങളിൽ നിന്ന് അകലാതെ ജനങ്ങളൊപ്പം നിന്നുകൊണ്ട് അള്ളാഹു പലപ്പോഴും പല സൂഫി പ്രസ്ഥാനങ്ങളൊക്കെ ശരീഅത്തിനോട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്ന കാണാം. പക്ഷേ ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ ഫർള് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ഫർള് നമസ്കാരങ്ങളും നോമ്പും, അത് ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ നമസ്കരിക്കുകയും അതോടൊപ്പം നമസ്കരിപ്പിക്കുകയും ചെയ്യുന്ന, ഒരു സുന്നത്ത് പോലും ഒഴിവാക്കാതെ ളുഹറിൻ്റെ റവാത്തിബ് സുന്നത്തുകൾ മുഴുവനായിക്കൊണ്ടും മുമ്പ് 4 പിറ്റേന്ന് 4 അതൊക്കെ നമസ്കരിച്ചുകൊണ്ടാണ് ഉസ്താദ് നമുക്ക് മാതൃക കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ശരീഅത്തിനോട് യാതൊരു വിട്ടുവീഴ്ചയും കാണിക്കാതെ അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം കാക്ഷിച്ചുകൊണ്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം, സുന്നത്ത് മുഴുവനും ജീവിതത്തിൽ മാതൃകയാക്കിക്കൊണ്ട് ജീവിച്ച ഒരു മഹാനാണ് നമ്മുടെ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എന്നും ഓരോ കാലഘട്ടത്തിലും ആളുകൾക്ക് ഒരു പാഠമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആണ്ടും ഉറൂസും ഒക്കെ നടത്തുക എന്നുള്ളത്, അത് അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുക എന്നുള്ള സദുദ്ദേശത്തോടു കൂടിയാണ് നമ്മളിവിടെ ഈ ഒരു പരിപാടി നടത്തുന്നത്. അള്ളാഹു അദ്ദേഹത്തോടൊപ്പം ജന്നാത്തുൽ നഈമിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.